ഡൽഹി AKG ഭവനിൽ കയറിയ SFI നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിൽ പ്രക്ഷുബ്ധമായി രാജ്യസഭ. ഐഷിയെ അറസ്റ്റ് ചെയ്യാനുള്ള ഡൽഹി പോലീസ് നീക്കം ജോൺ ബ്രിട്ടാസാണ് രാജ്യസഭയിൽ ഉന്നയിച്ചത്. പാർട്ടി ആസ്ഥാനത്ത് കയറിയ പോലീസ് നടപടിയെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും ചോദ്യം ചെയ്തു. എന്നാൽ നടപടി സാധാരണ നടപടിക്രമങ്ങളുടെ ഭാഗമായിരുന്നുവെന്നും അതിനെ പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കുകയാണ് എന്നുമായിരുന്നു കേന്ദ്രമന്ത്രി JP നദ്ദയുടെ മറുപടി. അതേസമയം ഐഷിയെ അറസ്റ്റ് ചെയ്യാനുള്ള ഡൽഹി പോലീസിന്റെ നീക്കത്തിന് പട്യാല ഹൌസ് കോടതിയിൽ നിന്ന് തിരിച്ചടിയും നേരിട്ടു. ഐഷിക്കെതിരെയുള്ള വാറന്റിന് കോടതി സ്റ്റേ നൽകി. പഴയ കേസുകൾ മറയാക്കി ഡൽഹി പോലീസ് തന്നെ വേട്ടയാടുകയാണെന്ന് ഐഷി ഘോഷും വ്യക്തമാക്കി. തന്റെ ഫോൺ രേഖകളടക്കം കേന്ദ്ര സർക്കാർ ചോർത്തുന്നുണ്ടെന്നും ഐഷി ആരോപിച്ചു. ഐഷിയെ അറസ്റ്റ് ചെയ്യാനുള്ള ഡൽഹി പോലീസ് നീക്കത്തിന് പിന്നിൽ നിഗൂഢതയുണ്ടോ? വിഷയത്തെ ലഘൂകരിക്കാനാണോ കേന്ദ്ര സർക്കാർ ശ്രമം? കാണാം RDX റാപ്പ്. CPIMന്റെ ദേശീയ ആസ്ഥാനമായ AKG ഭവനിൽ കടന്നുകയറി ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ഡൽഹി പോലീസ് നടത്തിയ ശ്രമം അപലപനീയമാണെന്നായിരുന്നു വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ച് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞത്. 2021 കേസിന്റെ പേര് പറഞ്ഞാണ് യൂണിഫോമിലല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഐഷിയെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ജന്തർ മന്ദറിലെ സമരത്തിൽ പങ്കെടുത്തു എന്നത് മാത്രമാണ് ഐഷി ചെയ്ത തെറ്റ്. സമരത്തിൽ പങ്കെടുത്ത യുവാക്കളെ വെറുതെ വിടില്ലെന്ന സന്ദേശമാണ് ഡൽഹി പോലീസ് ഇതിലൂടെ നൽകുന്നതെന്നും ബ്രിട്ടാസ് വിമർശിച്ചു. പോലീസ് നടപടിയെ വിമർശിച്ച് കോൺഗ്രസും രംഗത്തെത്തി. എന്നാൽ ജോൺ ബ്രിട്ടാസ് വിഷയം ഉന്നയിക്കുമ്പോൾ ബഹളം വെച്ചാണ് ഭരണപക്ഷം നേരിട്ടത്. അടിയന്തരാവസ്ഥാ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട കാര്യമടക്കം വിശദീകരിച്ച് പ്രതിരോധിക്കാനായിരുന്നു കേന്ദ്രമന്ത്രി നഡ്ഡയുടെ ശ്രമം. അതേസമയം ജോൺ ബ്രിട്ടാസ് MPയുടെ ഇടപെടലിനെ തുടർന്ന് ഇന്നലെ ഉദ്യോഗസ്ഥർ പിരിഞ്ഞുപോയെങ്കിലും രാത്രി വീണ്ടും ഐഷിയെ തിരഞ്ഞ് പോലീസ് AKG ഭവന് സമീപമെത്തി. ഐഷി ഘോഷിനെ പിന്തുണ പ്രഖ്യാപിച്ചും പോലീസ് നടപടിയെ വിമർശിച്ചും CJPയും രംഗത്തെത്തിയിട്ടുണ്ട്. ജന്തർ മന്ദറിലെ സമരക്കാർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് സർക്കാർ ഉറപ്പ് നൽകിയതാണെന്നും CJP ഓർമ്മിപ്പിച്ചു. RDX റാപ്പ്, ന്യൂസ് മലയാളം. പോലീസ് ജന്തർ മന്ദർ സമരത്തിന്റെ പ്രതികാരം തീർക്കുകയാണെന്ന് ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ ആരോപിച്ചു. നടപടിയിൽ അമിത്ഷാ മറുപടി പറയണമെന്ന് ബ്രിട്ടാസ് ആവശ്യപ്പെട്ടതോടെ സഭയിൽ ഭരണപക്ഷം ബഹളം തുടങ്ങി. Yesterday, Delhi police team barged into AKG Bhavan. It was to arrest Aishi Ghosh, Madam Nirmala ji, who is a former JNU Students Union president. Her only mistake was that she participated in Jandar Mandar agitation. Sir, this is a... Arey, Shamik, please. Sir, one day, now, Honorable Home Minister, as to what has happened. പോലീസ് നടപടിയിൽ ലജ്ജാകരമെന്നും ഭരണഘടനാ വിരുദ്ധമെന്നും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശിച്ചു. രാജ്യത്തിന്റെ ജനാധിപത്യം അപകടത്തിലായെന്നും പോലീസിന് നിർദ്ദേശം നൽകിയത് ആരെന്ന് വ്യക്തമാക്കണമെന്നും ഖാർഗെ ആവശ്യപ്പെട്ടു. ये बहुत शर्मनाक है कि एक नेशनल पार्टी के ऑफिस में हम घुस के अगर CBI के लोग ये घुस के जाते हैं, they should be punished. Why they have to ask? Who are they? Who ordered them? You ask your people to sit in there. No, I'm asking. Who asked them to go there? Now, who ordered? Now they have to go to the house. എന്നാൽ ഡൽഹി പോലീസിന്റേത് സ്വാഭാവിക നടപടി മാത്രമെന്നായിരുന്നു JP നദ്ദയുടെ ന്യായീകരണം. വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ഞാനും അറസ്റ്റ് വരിച്ചിട്ടുണ്ടെന്നും നദ്ദയുടെ പ്രതിരോധം. The police have to act accordingly, and the police has acted accordingly for those cases. They are trying to sensationalize. It is a normal law and order activity which the police undertakes, and any student activist who wants to do activism should face this. Even I have faced not once, many times. When there was emergency, I was arrested from the classroom, not once but twice. അടിയന്തരാവസ്ഥ കാലത്തെ അറസ്റ്റ് ചൂണ്ടിക്കാട്ടി പ്രതിരോധം തീർത്ത കേന്ദ്രമന്ത്രി ഇപ്പോൾ അടിയന്തരാവസ്ഥയാണോ എന്ന് വ്യക്തമാക്കണമെന്ന ഐഷി ഘോഷും ഇന്ന് തിരിച്ചടിച്ചു. आज JP नड्डा का रिस्पॉन्स आया कि उनको भी क्लास से उठाया गया था इमरजेंसी के टाइम में, तो क्या ये बताना चाह रहे कि आज के समय इमरजेंसी टाइम है कि पुलिस एक पॉलिटिकल पार्टी के दफ्तर पे घुस के बोल रहा है कि ঐশী को अरेस्ट करने की ज़रूरत है? क्या ये इमरजेंसी का टाइम है? क्या ये BJP मानता है कि ये इमरजेंसी का दौर चल रहा है, अघोषित इमरजेंसी का टाइम चल रहा है कि आपको एक पॉलिटिकल पार्टी के ऑफिस में घुस के किसी एक छात्र नेता को ढूंढना पड़ रहा है, उनको अरेस्ट करने का समन करना पड़ रहा है?
രാജ്യത്തെ യുവാക്കൾ ഭയത്തെ അതിജീവിച്ചു എന്ന ജന്തർ മന്ദർ തെളിയിച്ചെന്നും എന്നാൽ ആ ഭയം തിരികെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്നാണ് BJPയും RSSും നോക്കുന്നതെന്നും MA ബേബി പറഞ്ഞു. ഭയത്തെ പരാജയപ്പെടുത്താൻ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ജനാധിപത്യ ശക്തികൾക്കും കഴിയുമെന്ന് ഇക്കഴിഞ്ഞ ജന്തർ മന്ദർ സമരത്തിലൂടെ തെളിയിച്ചു. വീണ്ടും രാജ്യത്തെ ഭയത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള പരിശോധനയാണോ ഇങ്ങനെ പാർട്ടി ഓഫീസുകളുടെ എല്ലാം മുമ്പിൽ ഈ പോലീസ് സേനയെ വിന്യസിച്ചുകൊണ്ട് മോഡിയും അമിത്ഷായും മോഹൻ ഭഗത്തും കൂടി ഉദ്ദേശിക്കുന്നതെന്നുള്ള അറിഞ്ഞൂടാ. ഐഷി ഇന്ന് വന്ന മാധ്യമങ്ങളെ കാണുകയാണ് ഉണ്ടായത്. അതിൽ ഐഷി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിപ്പോൾ ഹിന്ദിയിൽ പറഞ്ഞതുകൊണ്ട് ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാകും. എന്നാലും മനസ്സിലാകാത്ത ആളുകളോട് അവർ പ്രത്യേകമായി ചോദിക്കുന്നത് ഇത് അടിയന്തരാവസ്ഥ കാലമാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. പിന്നെ അത് മാത്രവുമല്ല, ഒരു കോടതി വിധിയെ ആയുധമാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും തന്നെപ്പോലെയുള്ള വിദ്യാർത്ഥികളെ, അതായത് സംഘടനാ പ്രവർത്തനങ്ങൾ നടക്കുന്ന വിദ്യാർത്ഥികളെ വേട്ടയാടാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നതും എന്നും പറയുന്നു. കഴമ്പുള്ള കാര്യങ്ങളാണ് ഐഷി ചോദിക്കുന്നത്. മറുപടി പറയേണ്ടവർ പറയുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല. എങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത്? അല്ല, ഇതിനകത്ത് ഒരു കാര്യം, നമ്മുടെ ചർച്ചയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, നേരത്തെ ബ്രിട്ടാസ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ശരിയാണല്ലോ എന്ന് എനിക്ക് ഈ ബൈറ്റുകൾ കണ്ടപ്പോൾ, പാർലമെൻറ്റിനകത്തെ ബൈറ്റുകൾ കണ്ടപ്പോൾ തോന്നി. അതായത് അദ്ദേഹം അത് നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് ഈ പ്രതിപക്ഷത്തുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ വളരെ വൈഡിലാണ് കാണിക്കുക. ഇപ്പോൾ ബ്രിട്ടാസ് അവിടെ നിന്ന് ഇത്രയും ഉറക്കെ സംസാരിക്കുമ്പോഴും സഭയുടെ ആകെ ഒരു ഇതുള്ളൊരു വൈഡ് ക്യാമറയിലാണ് കാണിക്കുക. ഈ മല്ലികാർജ്ജുൻ ഖാർഗെ അവിടുത്തെ പ്രതിപക്ഷ നേതാവാണല്ലോ അവിടെ. അപ്പോൾ അദ്ദേഹത്തെ കാണിക്കുമ്പോൾ ഒരു തവണ ഒരു 1-2 സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് ക്ലോസ് കാണിച്ചിട്ട് പിന്നെ എല്ലാം വൈഡാണ്. പക്ഷേ JP നദ്ദ സംസാരിക്കുമ്പോൾ മുഴുവൻ ക്ലോസിലാണ് കാണിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ പ്രതിപക്ഷത്തെ ആ നിലക്കെല്ലാം, അത് നേരത്തെ ബ്രിട്ടാസ് പറഞ്ഞാണ്, അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചതേ ഉള്ളൂ, ഇല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യമല്ല അത്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങളെയും പ്രതിപക്ഷത്തെ എല്ലായിടത്തും കൊച്ചാക്കി കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് പോലും പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങൾ ശക്തിമത്തായിട്ട് വരുന്നു എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട സംഗതികൾ. അതാണല്ലോ, അതായത് ഭരണപക്ഷം അവരെ എത്രത്തോളം പ്രതിപക്ഷത്തെ നിഷ്പ്രഭരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, പക്ഷേ അത്രത്തോളം പ്രതിപക്ഷ രാഷ്ട്രീയം രാജ്യത്തിൻ്റെ മുന്നിലേക്ക് ശക്തിമത്തായിട്ട് വരുന്നു എന്ന കാഴ്ചയാണ് നമ്മൾ ജന്തർ മന്ദറിൽ കണ്ടത്. ഇപ്പോൾ ഇതിനകത്ത് ഐഷി ഘോഷ്, ഇപ്പോൾ സത്യത്തിൽ CPM രാജ്യത്താകെ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട്. ഇത്രയും സ്ഥലത്ത് ഒരു സ്ഥലത്ത് പോലും ഭരിക്കുന്ന പാർട്ടിയല്ല ഇപ്പോൾ CPM. CPM വളരെ ചെറിയൊരു പാർട്ടിയാണ്. പിന്നെ അവർക്ക് ആകെയുള്ളത് 4 MP-മാരോ മറ്റാണ് രാജ്യസഭയിലും ഇവിടെയും കൂടിയിട്ട്, അതായത് 4-5 പേര്, അത്രയും MP-മാർ മാത്രമേ ഉള്ളൂ. ഇത്ര 780 മറ്റോ ആകെ MP-മാരുണ്ട്. 543 ലോക്സഭയിലും 100 ആളുകൾ രാജ്യസഭയിലുമായിട്ട് 788 മറ്റാണ് നമ്പർ. അത്രയും MP-മാരുള്ള ആകെ 4 പേരാണ് ഈ CPM എന്ന പാർട്ടിക്കുള്ളത്. പക്ഷേ ലോകം തന്നെയും ശ്രദ്ധിച്ച ഒരു സമരം ഈ ഡൽഹിയിൽ നടന്നപ്പോൾ, ഇന്ത്യയിൽ നടന്നപ്പോൾ, ആ സമരത്തിൻ്റെ ഏറ്റവും കേന്ദ്ര സ്ഥാനത്ത് വന്നു നിൽക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ CPM-കാർ SFI-കാരുമാണ്. ഈ സമരം കഴിഞ്ഞിട്ട് ആരെ അറസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതായിട്ട് ഡൽഹി കണ്ടത് ഒരേ ഒരു സ്ഥലത്തേക്കുള്ളൂ, അത് CPM-ൻ്റെ ആസ്ഥാനത്തേക്കാണ്. ഒരേ ഒരാളെ അറസ്റ്റ് ചെയ്യാനേ കണ്ടുള്ളൂ, അത് ഐഷി ഘോഷിനെയാണ്. ഒരു 30 വയസ്സുള്ള പെൺകുട്ടി, ഒരു വിദ്യാർത്ഥി നേതാവ്, നേരത്തെ ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തുള്ള ആൾ 2021 കേസിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് പിടിക്കാൻ വേണ്ടി ചെന്നിരിക്കുകയാണ്. സത്യത്തിൽ ഇതൊരു ബുദ്ധിമുട്ട് പിടിച്ച കാലമാണ്. CPM-ന് ആരും അവിടെ സഹായിക്കാനൊന്നുമില്ല. പണ്ടൊക്കെ എൻ്റെ ഓർമ്മയിൽ തന്നെയുണ്ട്, പിന്നെ ഈ പറയുന്ന 19-60 സീറ്റൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് രാജ്യത്തെ NDTV-യുടെയും അന്ന് അക്കാലത്ത് CNN IB-ൻ്റെ ഒക്കെ അക്കാലത്ത് പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ചാനലുകളുടെയും ഹിന്ദി ചാനലുകളുടെയൊക്കെ ഫുൾ ടൈം എന്ത് സംഭവം ഉണ്ടായാലും അവിടെ ഒരുപാട് ക്യാമറകൾ ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ പക്ഷേ ആകെ നമ്മളെ കുറച്ച് ആളുകൾ, കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടി ആയതുകൊണ്ട് നമ്മുടെ ആളുകൾ, നമ്മുടെ ക്യാമറയും മൈക്കും നമ്മുടെ റിപ്പോർട്ടർമാരും അവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ ആ പാർട്ടി ആസ്ഥാനത്തേക്കൊന്നും രാഷ്ട്രീയ ശ്രദ്ധയില്ല. പക്ഷേ ലോകം ശ്രദ്ധിക്കുന്ന ഒരു സമരം നടന്നപ്പോൾ, ഞാൻ പറയുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് അവിടെ നിൽക്കട്ടെ, ലോകം ശ്രദ്ധിക്കുന്നൊരു ജൻസി സമരം നടന്നപ്പോൾ അതിൻ്റെ കേന്ദ്രസ്ഥാനത്ത് CPM SFI ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു. പാർലമെൻറ്റിനകത്ത്, രാജ്യസഭയ്ക്കകത്ത് ഇത്രയും ശക്തമായിട്ടുള്ള പ്രത്യാരോപണങ്ങൾക്ക് അവിടെ ഇത് കേന്ദ്രമായി. രാജ്യത്തെ ഇപ്പോൾ നിലവിലിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ ഏറ്റവും പ്രായത്താലും ആദരവിൻ്റെ വലുപ്പത്താലും ബഹുമാനിക്കപ്പെടുന്ന രീതിയിലാണെങ്കിലും ഏറ്റവും വന്ധ്യനായിട്ടുള്ള ഈ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെയും അനുകൂലിക്കുന്ന നില അവിടെ ഉണ്ടായി. ഇന്നലെ ഞാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ലോ എന്ന് പറയുന്നത്, അവരിതുവരെ ഇതിനെപ്പറ്റി ഒന്നും മിണ്ടിയിട്ടില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ തന്നെ, മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ നിയമസഭയ്ക്കകത്ത്, പാർലമെൻറ്റിനകത്ത് അതിശക്തമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന നിലയുണ്ടായി. അപ്പോൾ ഈ വളരെ അങ്ങേയറ്റം ദുർബലമായി കിടക്കുകയാണെങ്കിലും PS ശ്രീധരൻപിള്ള BJP നേതാവ് എപ്പോഴും ഞാനിരിക്കുന്ന ചർച്ചയിൽ, ഞങ്ങൾ ചർച്ച നടന്ന കാലത്ത് അദ്ദേഹം എപ്പോഴും വന്നാലും CPM-നെ പറ്റി പറയുന്നത് ഉപ്പുവെച്ച കലം പോലെ ആയില്ലേ നിങ്ങൾ എന്ന് പറയും. എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ പറച്ചിലിൻ്റെ രീതിയും ആ ഉപമയും വലിയ ഇഷ്ടമാണ്.
ഉപ്പ് വെച്ച കലം പോലെ ആയില്ല. ഉപ്പ് വെച്ച കലം കുറേ കഴിയുമ്പോൾ ദ്രവിച്ച് പോകും. അതുകൊണ്ട് ഉപ്പ് വെച്ച കലം പോലെ ആയില്ലേ നിങ്ങൾ എല്ലായിടത്തും ദ്രവിച്ചെന്നാണ്. അപ്പോൾ അതുപോലെ ഉള്ളൊരു പാർട്ടി, ഇല്ലാതായിരിക്കുന്നൊരു പാർട്ടി, അതിൻ്റെ രാഷ്ട്രീയം മാത്രം അതിശക്തമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പാർട്ടി ആളൊന്നുമില്ല, കുറഞ്ഞായിട്ട് നമ്മൾ കാണുന്നു. പക്ഷേ രാഷ്ട്രീയം ഇങ്ങനെ കൂടുതൽ വലുതായിട്ട് വരുന്ന ഒരു അത്ഭുതകരമായ സാഹചര്യം നമ്മൾ കാണുകയാണ്. പിന്നെ ഇവിടെ ഇതിനകത്ത് അദ്ദേഹം JP നദ്ദ ഇതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ആ ടോണിൽ അദ്ദേഹം പറയാണ്, ഇതൊക്കെ സ്വാഭാവികമായ കാര്യമല്ലേ, അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ 2 തവണ കോളേജിൽ കയറി അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് രാഷ്ട്രീയമായിട്ടൊരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഞെട്ടലുണ്ടായി. അടിയന്തരാവസ്ഥ കാലത്ത് കോളേജിൽ കയറി അറസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു മലയാളിയായിട്ടുള്ള ഒരാൾക്ക് ഉള്ളിലുണ്ടാകുന്ന ആദ്യത്തെ ചിന്ത രാജൻ എന്ന് പറയുന്ന ഒരു കോളേജ് വിദ്യാർത്ഥിയുടേതാണ്. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന രാജനെ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് പിടിച്ചുകൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹം, ശരീരാവശിഷ്ടങ്ങൾ എവിടെയാണ് ആ മനുഷ്യ ശരീരം അടക്കം ചെയ്തതെന്ന് ഇന്ന് പോലും ആർക്കും അറിയില്ല. അടിയന്തരാവസ്ഥ കാലത്ത് കോളേജിൽ കയറി അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥി എന്ന നിലക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ഒരാളുടെ സ്ഥിതി നമ്മുടെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് അതാ വരിക. എൻ്റെ മകനെ എന്തിനാണ് മരിച്ചിട്ടും എന്തിനാണ് എൻ്റെ മകനെ ഇങ്ങനെ മഴയത്ത് നിർത്തിയിരിക്കുന്നത്, അല്ലേ? അങ്ങനെയാണ്, എന്തിനാണ് എൻ്റെ മകനെ മഴയത്ത് നിർത്തിയിരിക്കുന്നതെന്ന് ഈശ്വരവാര്യർ ചോദിച്ച ആ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ അവസാനത്തെ വരി, മരിച്ചിട്ടും എൻ്റെ മകനെ എന്തിനാണ് ഈ മഴയത്ത് നിർത്തിയിരിക്കുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം മലയാളിയുടെ രാഷ്ട്രീയ ഉപബോധത്തിൻ്റെ ഭാഗമായിട്ട് എത്രയോ കാലമായിട്ട്, നമ്മൾ ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന ആളല്ലല്ലോ. ഈ അദ്ദേഹം മരിക്കുമ്പോഴോ ഈ രാഷ്ട്രീയ സംഭവങ്ങളോ ഉണ്ടാകുമ്പോൾ ഞാനും ശ്യാമിളി അവിടെ ആ കാലത്ത് ജീവിച്ചിരിക്കുന്നത്, അതിനുശേഷം നമ്മൾ ജനിച്ചത് പോലും. പക്ഷേ മലയാളിയുടെ സാമൂഹ്യ രാഷ്ട്രീയ ബോധത്തിൻ്റെ ആന്തരികമായ ഒരിടത്ത് ഈ പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ കോളേജിൽ കയറി എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടല്ലോ, അതൊരു സ്വാഭാവിക സംഭവമല്ലേ എന്ന് ചോദിച്ചാൽ അത് സ്വാഭാവിക സംഭവമല്ല രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്ക്. അത് മലയാളികൾക്ക് മാത്രമല്ല. ഇതിപ്പം രാജൻ സംഭവം കക്കയം ക്യാമ്പിലെ ഇടിയും കൊലപാതകവും അടിയന്തരാവസ്ഥക്കാലത്തെ അങ്ങേയറ്റം നികൃഷ്ടമായിട്ടുള്ള ഭരണകൂട നടപടികളും മലയാളികളുടെ മാത്രം പ്രശ്നമല്ല. ഈ രാജ്യത്തിൻ്റെ ആകെ തന്നെയും പ്രശ്നമാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് ഈ നടന്ന ഇങ്ങനെയുള്ള നൃശംസമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ രാജ്യത്തെമ്പാടും നടന്നു. അതിനെതിരെ സമരത്തിലായിരുന്നു BJP. അതിനെതിരെ അതിശക്തമായിട്ട് സമരത്തിലായിരുന്ന BJP ജനാധിപത്യ ധ്വംസനത്തിൻ്റെ ലോകത്ത് തന്നെയുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ദിരാഗാന്ധി നടത്തിയ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന BJPയുടെ ഒരു നേതാവ്, ഒരു മന്ത്രി, ഒരു മുതിർന്ന നേതാവ് പറയുകയാണ് അതൊക്കെ സ്വാഭാവികമായ കാര്യമല്ലേ, എന്നെ അറസ്റ്റ് ചെയ്തിട്ട് 2 തവണ. എന്താണ് ഇതത്? ഒരു സമരമുണ്ടായിട്ട് ആ കുലുങ്ങിപ്പോയിട്ട് അവരവരുടെ രാഷ്ട്രീയം തന്നെ മുതിർന്ന നേതാക്കൾക്ക് മറന്നു പോകുമോ എന്നാണ് ഞാനപ്പോൾ ആലോചിച്ചത്. അപ്പോൾ അങ്ങനെയല്ല, അടിയന്തരാവസ്ഥ കാലത്ത് കോളേജിൽ കയറി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ കുട്ടിയെ കൊന്നുകളയാണ് ചെയ്തത് എന്ന് രാജൻ സംഭവം ഉള്ളപ്പോൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഗൗരവതരമാണ്. ഒരു പാർട്ടി ആസ്ഥാനത്തേക്ക് കയറി ചെന്നൊരു വിദ്യാർത്ഥി നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് പോകുന്നതിന് പിന്നിൽ അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹമെങ്കിൽ ഓർമ്മയിൽ വരിക ഐഷി ഘോഷ് എന്ത് സംഭവിക്കാമെന്ന ഭയപ്പാടാണ്. അത് രാഷ്ട്രീയം എന്തോ ആയിക്കൊള്ളട്ടെ, BJPക്കാരും RSSകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ഈ വർത്തമാനം കേൾക്കുന്ന വീടുകളിലിരിക്കുമ്പോൾ ഈ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് അയ്യോ എന്ന് തോന്നില്ലേ? രാഷ്ട്രീയമൊക്കെ നടക്കും. കുട്ടികൾ, നമ്മളിപ്പോൾ പെല്ലറ്റ് വെടിവെച്ചു, നമ്മൾ വിഷമിക്കുന്നു. സാക്ഷി എന്നൊരു പെൺകുട്ടി 21 വയസ്സുകാരി ആശുപത്രി കിടക്കാണ്, ഗുരുതരാവസ്ഥ കടന്നിട്ടില്ല, നമ്മൾ വിഷമിക്കുന്നു. സമരം നടക്കുന്നത്, സമരം കടന്ന ആളുകൾ രാഷ്ട്രീയം, രാജ്യത്തിൻ്റെ ജീവിതമൊക്കെ മുന്നോട്ട് പോകണം. പക്ഷേ മനുഷ്യർ ബാക്കി ഉണ്ടാവണം. കുട്ടികളെ അങ്ങനെ വെടിവെച്ച് കൊല്ലരുത്, കുട്ടികളെ അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് വലിയ അപകടങ്ങളിലേക്ക് പോകരുത്. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതുപോലെ സ്വാഭാവിക ഒരു കാര്യമാണ് ഇത് നടക്കുന്നതെന്ന് പറയുന്നത് 2 അർത്ഥത്തിലും തെറ്റാണ്. അത് ആ നിലക്ക് ഐഷി ഘോഷ് വന്നിട്ട് പിന്നീട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. അതായത് ഇതിപ്പോൾ ഒരു പകപോക്കലാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ ശ്യാമിലി. പകപോക്കലാണ്. 2021 അതിനുശേഷം അവർ എത്ര സമരങ്ങൾ നയിച്ചു. ഈ ജന്തർ മന്ദർ തന്നെ അവർ സജീവമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസങ്ങളിലൊന്നും ഇല്ലാതിരുന്ന ഒരു അറസ്റ്റിനുള്ള നീക്കം എന്ന് വെച്ചാൽ ഇവരുടെ ഈഗോ ഹേർട്ടായിപ്പോയി, വല്ലാത്ത തോതിൽ ഈഗോ ഹേർട്ടായിപ്പോയി. അതായത് 10-12 വർഷക്കാലം ആരാലും തോൽപ്പിക്കപ്പെടാതെ ഇങ്ങനെ വിജയീകിഷുവായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഈ ഭരണകൂടം അവരുടെ രാഷ്ട്രീയത്തിന് തിരിച്ചടിയേറ്റു, അതിശക്തമായിട്ട് തിരിച്ചടിയേറ്റു. ചെറിയ കുട്ടികൾ, ജൻസി എന്ന് വിളിക്കുന്നതിന് അപ്പുറത്തുള്ള, അതിന് താഴെയുള്ള കുട്ടികളടക്കം ഇതിനെ പരിഹസിക്കുന്ന നില വന്നു. അപ്പോൾ ഈഗോ വല്ലാതെ ഹേർട്ടായി. ഇതെങ്ങനെയെങ്കിലും പരിഹരിക്കണം, അത് പോയിട്ട് ആളുകളെ പിടിച്ചേക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനെ അതിഗൗരവത്തോடு തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ രാഷ്ട്രീയമായ ശേഷിയുടെ കുറവിനെയോ ദുർബലമായൊരു സംഘമാണ് തങ്ങളെന്നോ വിചാരിക്കാതെ തങ്ങളുടെ രാഷ്ട്രീയം ശക്തിമത്തായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ട് സഭയിൽ CPM സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ചും ജോൺ ബ്രിട്ടാസ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. പക്ഷേ കോൺഗ്രസ്, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതേക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ കൂടെ ഈ കാര്യത്തിൽ അതിശക്തമായിട്ട് അദ്ദേഹം സംസാരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വലിയ ആദരവ് തോന്നി. അതായത് എത്ര പ്രായമുള്ള ആളാണ് അദ്ദേഹം, 80 വയസ്സ് കടന്ന ഒരാളാണ്. അദ്ദേഹത്തെ നടക്കുമ്പോൾ അദ്ദേഹത്തിന് നടക്കാനൊന്നും വയ്യ. രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ ഇരിക്കാനും മറ്റൊക്കെ സഹായിക്കുകയും സ്റ്റെപ്പ് കയറാൻ സഹായിക്കുകയും ചെരുപ്പെടുത്തു കൊടുക്കുന്ന ദൃശ്യങ്ങൾ വരെ നമ്മൾ കണ്ടാണ്. അപ്പം വളരെ ആദരിക്കപ്പെടുന്ന, വളരെ പ്രായം ചെന്ന ഒരാളാണ്. എന്തൊരു ശബ്ദത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ ഒരു ജനാധിപത്യവാദിയായ രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിന് കേരളത്തിൽ എതിർപക്ഷത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന നേതാവായിട്ട് പോലും
എന്ത് ശക്തിവത്തായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്, ഇത് ശരിയല്ല എന്ന കാര്യത്തിൽ പറയുന്നത്. എന്തൊരു ഉറക്കെയാണ് അദ്ദേഹം പറയുന്നത്, എന്തൊരു പവർ എടുത്തിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പം 80-85 വയസ്സുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ തൊട്ട് 10-30 വയസ്സ് മാത്രമുള്ള ഒരു വിദ്യാർത്ഥി നേതാവായിട്ടുള്ള ഐഷേഖ് ഘോഷ് വരെയുള്ള ആളുകൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ സമീപകാലത്തൊന്നും കാണാത്തതാണത്. ആ നിലക്ക് ഐഷേഖ് ഘോഷും CPM-ഉം മല്ലികാർജ്ജുൻ ഖാർഗെയും ഇന്നത്തെ പാർലമെൻറ്റിലെ ശബ്ദബഹളങ്ങളും എല്ലാം നമുക്ക് പിന്നീട് നമ്മൾ ശരിക്കും ഈ ദിവസത്തെ ഓർത്തു വെക്കേണ്ടതുണ്ട് എന്ന ഒരു ചരിത്ര സൂചനകൾ നൽകുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും എനിക്കിതിനെപ്പറ്റി മുഴുവൻ സംഭവവികാസങ്ങളെയും ആലോചിക്കുമ്പോഴും ഐഷിയെ തേടി ഡൽഹി പോലീസ് വരുമ്പോഴും എനിക്ക് ആദ്യം മനസ്സിൽ വന്നത് MS ഗോൾവാക്കറുടെ വാക്കുകളാണ്. അത് ഹിന്ദുസ് ഡോണ്ട് വേസ്റ്റ് യുവർ എനർജി ഫൈറ്റിംഗ് ദ ബ്രിട്ടീഷ്, സേവ് യുവർ എനർജി ടു ഫൈറ്റ് അവർ ഇൻറ്റേർണൽ എനിമീസ് ദാറ്റ് ആർ മുസ്ലിംസ്, ക്രിസ്ത്യൻസ് ആൻഡ് കമ്മ്യൂണിസ്റ്റ്. അപ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റാണ് ഐഷി ഘോഷ് എന്നുള്ളതാണ്. പിന്നെ മലയാളത്തിലെ ഒരു കവിവാക്യം കൂടെ ഞാൻ അങ്ങ് പറയാം. അത് കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ആരോ തളിരിന് പൂവരും, കായ് വരും, അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. കാലചക്രം മുഴുവൻ ഉരുളും സനീഷേട്ടാ. പക്ഷേ RSSന് മാത്രം ഇത്രയും കാലചക്രം ഉരുണ്ടിട്ടും ഒരു വ്യത്യാസവും ഞാൻ മുകളിൽ പറഞ്ഞ കാര്യത്തിൽ നിന്ന് വന്നിട്ടില്ല. ഒരു വ്യതിചലനവും ഇക്കാര്യത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് അവരുടെ സങ്കുചിതമായ ആ രാഷ്ട്രീയം അവർ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വർത്തമാന ഇന്ത്യയിലും അത് തന്നെയാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നിലവിൽ ജന്തർ മന്ദിറിലെ ഏറ്റവും ആ ചരിത്രപ്രധാനമുള്ള ആ പ്രക്ഷോഭത്തിനൊടുവിൽ അമ്പയെ തോറ്റ് പരാജയപ്പെട്ടപ്പോൾ അവർ 30 വയസ്സുള്ള കമ്മ്യൂണിസ്റ്റുകാരിയായ ഐഷി ഘോഷിനെ തേടി വരുന്നു എന്നുള്ളതാണ്. ഇത് തുടക്കത്തിൽ സനീഷേട്ടൻ പറഞ്ഞതുപോലെ ഇതിപ്പോൾ നമുക്ക് ഈ CPM എന്നുള്ള ഒരു പാർട്ടിക്ക് എത്രയാണ് ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ ജയപ്രാതിനിധ്യം വളരെ കുറവാണ്. അതിൻ്റെ ഒരു ആശങ്കയൊക്കെ അവർക്ക് എല്ലാവർക്കുമുണ്ട്. പക്ഷേ ഇത്രയും വിരലിലെണ്ണാവുന്ന ആളുകളെയാണ് അങ്ങോട്ട് അയച്ചിട്ടുണ്ടെങ്കിലും അവർ ഭരണഘടനയ്ക്ക് അനുസൃതമായും നീതിയുക്തമായും സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിക്കും അതിനെ ഇപ്പോഴും അനുകൂലിക്കുന്നവരും അതിൽ ഉറച്ച് വിശ്വസിക്കുന്നവർക്കും ഒരു വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ ഈ ബ്രിട്ടാസ് സംസാരിക്കുമ്പോഴും ഐഷി ഘോഷി ജന്തർ മന്ദറിൽ സംസാരിക്കുമ്പോഴും ആ സമരത്തിൽ പങ്കെടുക്കുമ്പോഴും അതിനു മുമ്പ് അവർ JNUവിലെ നടത്തിയ വലിയ ഐതിഹാസികമായ എന്ന് വെച്ചാൽ ആ JNU കോളേജിൻ്റെ ചരിത്രത്തിലുള്ള വലിയ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിലുള്ള സമരം നടത്തുമ്പോഴൊക്കെ ഈ സഖാക്കളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു വാക്ക് എഴുതിയിടും, കനലൊരു തരിമതി എന്നുള്ളത്. ഇതിപ്പോൾ ബ്രിട്ടാസിനാണെങ്കിലും ഐഷി ഘോഷിനാണെങ്കിലും ആ വാക്ക് അത്രയധികം യോജിക്കുന്നു എന്ന് കരുതുന്നവരാണ് ഇവിടെയുള്ള ഇടതുപക്ഷ വിശ്വാസികളെല്ലാം എന്നുള്ളത് ഈ ദിവസങ്ങളിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, അങ്ങനെ ഒരു ഇമേജാണ് കിട്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നു. ശരിക്കും എനിക്കും ആലോചിക്കുമ്പോൾ ശരിയാണ്, ഐഷി ഘോഷിന് തീർച്ചയായും അവർ തീയായി ആളുവാനും അവർക്ക് കനലായി എരിയുവാനും ഉള്ള അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് അവരുടെ പ്രത്യയശാസ്ത്ര അടിത്തറയുള്ളതും അവർക്കൊരു സംഘടനാ ബോധവുമുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ്, ഒരു യുവതിയായിട്ടാണ് എനിക്ക് അവരെ തോന്നിയിരിക്കുന്നത്. 30 വയസ്സേ അവർക്ക് പ്രായമുള്ളൂ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഒരു പ്രായമുള്ള സ്ത്രീ എന്നുള്ളത് അവരെ ഈ ഞാൻ വീണ്ടും പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് അവർ കനലായി എരിയുന്ന പോലെ. കനൽ അങ്ങനെ അണയുന്നില്ലല്ലോ, തീയാകുമ്പോൾ ആളി കത്തും, അതിനുശേഷം അത് അണഞ്ഞങ്ങ് പോകും. പക്ഷെ കനൽ ഇങ്ങനെ ഇരിഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളത്. അവർക്ക് ആ കൺസിസ്റ്റൻസി പൊതുമണ്ഡലത്തിലേക്ക്, രാഷ്ട്രീയ പൊതുമണ്ഡലത്തിലേക്ക് അവർ പ്രവേശിച്ചത് മുതൽ അവർക്ക് ആ കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു എന്നുള്ളത്. അവർ 13 വർഷത്തിന് ശേഷമാണ് JNUവിൽ SFI ഒരു ഭരണം യൂണിയൻ പിടിക്കുന്നത് എന്നുള്ളത്. അത് ഇവരുടെ നേതൃത്വത്തിലാണ്. അതിനുശേഷം തന്നെ അവർ ആ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം തന്നെ അവിടുത്തെ ഹോസ്റ്റൽ പ്രശ്നങ്ങളിലാണ് അവർ ഇടപെട്ടിരിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല ഫീസ് വർധനയ്ക്കെതിരെയാണ് സമരം നടത്തിയത്. അതിനുശേഷമാണ് നമ്മളെല്ലാവരും രാജ്യത്തിൻ്റെ ആകമാനം ശ്രദ്ധയിൽ വന്ന RSSൻ്റെ ആളുകൾ അവിടെ കയറി ആക്രമിക്കുകയും അവരുടെ തല വെട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ പോലും അവർ സമരത്തിന് വന്നതൊക്കെ കാണുന്നു. അപ്പോൾ അവർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് അവരുടെ രാഷ്ട്രീയം പറഞ്ഞു പോകാനും നിൽക്കുവാനും നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. ആ ബോധ്യം ഈ CJP പ്രവർത്തകർക്കടക്കം ഉണ്ട്. ഒരു വലിയ സമരം പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരാവശ്യപ്പെട്ടിരിക്കുന്നത്, അതായത് MA ബേബിയെ വിളിച്ചോ അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഐഷി ഘോഷിൻ്റെ സാന്നിധ്യമാണ്. അത് എന്തുകൊണ്ടാണ്? അത് അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നത് അവരുടെ സംഘടനാ ബോധമുള്ളത് കൊണ്ടുമാണ്. ഈ CJPക്ക് സത്യത്തിൽ ഒരു പ്രത്യയശാസ്ത്ര രാഹിത്യമുണ്ട്, അവർക്കൊരു സംഘടനാ ശൂന്യതയുണ്ട്. ഈ രണ്ട് കാര്യത്തിലും ഇപ്പോൾ തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്കത് കാണും. പക്ഷേ അവർ ആ കുറവ് പരിഹരിക്കുവാൻ വേണ്ടി ആദ്യം തേടിയത് ഐഷി ഘോഷിനെയാണ്. അപ്പോൾ അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞു 2019 മുതലാണ് അവർ മുഖ്യധാരയിൽ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടു തുടങ്ങുന്നത്, അങ്ങനെയല്ലേ JNUവിൽ വന്നതിന് ശേഷം. പക്ഷെ അപ്പോൾ മുതൽ അവർ മുന്നോട്ട് വെക്കുന്ന അവരുടെ രാഷ്ട്രീയം, അവർ ഉയർത്തിപ്പെടുക്കുന്ന മൂല്യങ്ങൾ, അവർ എതിരെ സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നവർക്കറിയാം അവരെങ്ങനെയാണോ എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ
സംഘടനാ ശൂന്യതയും മറ്റൊന്ന് പ്രത്യയശാസ്ത്രരാഹിത്യവും. ഇത് രണ്ടും കാര്യങ്ങളും ലാക്ക് ചെയ്യുന്ന CJP അതുകൂടി ചേർത്ത് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഐഷി ഘോഷിനെയാണ് CJP തേടിയെത്തിയത്. ആ ബോധം, ആ കാര്യം ഇവിടെയുള്ള ചിലർ അംഗീകരിക്കാൻ മുതിരുന്നില്ല. പക്ഷേ RSSും ഓർഗനൈസറും ഒക്കെ ഇത് ഉറപ്പിച്ചിട്ട് നേരത്തെ അങ്ങ് ഓർഗനൈസറിലുള്ള ലേഖനവും മുഖ്യശത്രുവായിട്ട് ഇവരെയും കണ്ട് ഇവരുടെ പ്രാതിനിധ്യം അവിടെ ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ കേന്ദ്രത്തിന് കീഴിലുള്ള ഈ പോലീസിന് വേണ്ടി നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്? RSSന്റെ ഇച്ഛക്കനുസരിച്ച് കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു ഉത്തരവ് വന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇവിടുത്തെ പോലീസ് ഐഷി ഘോഷിയെ തേടി വന്നിരിക്കുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതിൽ വീണ്ടും കുറച്ച് ഒരു കമ്മ്യൂണിസ്റ്റിനെ കൂടെ തേടി വന്നിരിക്കുന്നു അവർ. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റായി സത്യത്തിൽ മറ്റാരുടെയും നിങ്ങളുടെ ആരുടെയും എനിക്ക് ചീട്ട് വേണ്ട എന്നൊക്കെ പറയില്ലേ, അങ്ങനെയല്ലാത്ത പക്ഷം ആരുടെയും ശുപാർശ വേണ്ട. അങ്ങനെയല്ലാത്ത പക്ഷം ഐഷി അവരുടെ രാഷ്ട്രീയം വീണ്ടും വീണ്ടും ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് അത് ഇവിടെയുള്ള മുഴുവൻ ഇടതുപക്ഷ ആളുകൾക്കും അവർ എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും ദാ കനലൊരു തരി എന്ന് ഉയർത്തി കാണിക്കാൻ ഐഷി ധാരാളമാണെന്നാണ് തോന്നുന്നത്. ഐഷിയെ പിന്തുടർന്ന് തീർച്ചയായും മറ്റുള്ളവരും ഇപ്പോഴുള്ളവരും കൂടുതൽ ഈ രാഷ്ട്രീയം പറയുന്നുള്ളതാണ്. അതുകൊണ്ട് ഇടത് രാഷ്ട്രീയത്തിന് കൂടുതൽ സ്വീകാര്യതയും കൂടുതൽ വിസിബിലിറ്റിയും വരുന്ന ഒരു കാലത്താണ് നമ്മളടക്കമുള്ളതെന്നാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. സമരങ്ങളോടും സമരക്കാരോടുമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സമീപനമാണ് ഇന്നലത്തെ സംഭവങ്ങളിലൂടെയും സഭയിലെ ഇന്നത്തെ പരാമർശങ്ങളിലൂടെയും വീണ്ടും തുറന്നുകാട്ടപ്പെടുന്നത്. പോലീസിനെ ഉപയോഗിച്ചുള്ള വേട്ടയാടലുകൾ ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതിനിടെയാണ് ഐഷി ഘോഷിന് നേരെയുണ്ടായ പ്രതികാര നടപടി എന്നോണമുള്ള അറസ്റ്റ് നീക്കവും വരുന്നത്. ഏറെ ഗൗരവമായ വിഷയം എന്ന നിലയ്ക്കാണ് ഇത് സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത്. എന്നാൽ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം സ്വാഭാവികമാണ് എന്ന് പറഞ്ഞ് വിഷയത്തെ ലഘൂകരിക്കാനാണ് കേന്ദ്രമന്ത്രി JP നദ്ദ ശ്രമിച്ചത്. 2021 കേസിൽ, അതും നാളെ കോടതി പരിഗണിക്കാനിരിക്കുന്ന കേസിൽ ഇത്തരത്തിലൊരു തിടുക്കപ്പെട്ടുള്ള നടപടി ഉണ്ടായത് നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ പുറത്താണെന്ന് സംശയിച്ചാലും തെറ്റുപറയാൻ സാധിക്കില്ല. ഇതോടൊപ്പമാണ് ഐഷി ഘോഷിന്റെ ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നതെന്നും കാണേണ്ടതുണ്ട്. ജന്തർ മന്ദറിൽ സമരം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരായ കേസ് പിൻവലിക്കുന്ന കാര്യത്തിൽ പിന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടിയും ഒട്ടും അംഗീകരിക്കാനാവുന്നതല്ല. പ്രതിഷേധ സ്വരങ്ങളെ അടിച്ചമർത്താൻ തുടങ്ങിയത് മുതലാണ് അത് കൂടുതൽ ഉച്ചത്തിൽ ഉയർന്നത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിക്കുന്നു. ഒരിടവേള കൂടി.